വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ട്രീറ്റ്മെൻറ്റ് നടത്താതെ ഒരു മെഡിസിനും എടുക്കാതെ ഞാൻ ഈ പറഞ്ഞ ഒരു ഡ്രിങ്ക്, ഒരു സ്മൂത്തി കൃത്യമായിട്ട് എടുത്തിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് 50-ൽ കൂടുതൽ ആളുകൾ കൺസീവ് ആയിട്ടുണ്ട് കേട്ടോ. ആ സക്സസ് സ്റ്റോറിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവറോൾ എല്ലാ തരത്തിലുള്ള ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു സൂപ്പർ ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോൾ ജനുവരിയിലൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽക്ക് തന്നെ ഈ ഒരു ഡ്രിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഓവറോൾ ഫെർട്ടിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓവറീസ് നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന്, യൂട്രസ്, ട്യൂബ്, സർവിക്സ്, വജൈന എന്നിങ്ങനെയുള്ള എല്ലാ അവയവങ്ങളും നന്നായിട്ട് പ്രവർത്തിക്കുന്നതിനും, ഹോർമോൺസിന്റെ പ്രവർത്തനം, ബ്രെയിനും റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്ക് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് വേണ്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് അത്തിപ്പഴം, ബദാം, അത് സോക്ഡ് ആയിട്ടുള്ള ബദാമാണ് വേണ്ടത്, പാല്, ഫ്ലാക്സ് സീഡ്, ബനാന, ഹണി. ഇത്തരത്തിലുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന് നമുക്ക് സ്മൂത്തി എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഡോക്ടേഴ്സ് ഈ ഒരു ഡ്രിങ്കിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്യുമെന്റ്സ് ഇതിനോടകം ഈ ഒരു വിഷയത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഓരോന്നിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ്, ഏതൊരു റേഷ്യോയിലാണ് ഉപയോഗിക്കേണ്ടതെന്നും എത്ര മുതൽ എത്ര വരെ ഉപയോഗിക്കണമെന്നും നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്മൂത്തിയിൽ ഏറ്റവും ആദ്യം തന്നെ ആഡ് ചെയ്യേണ്ടത് 2 അത്തിപ്പഴം ഉണങ്ങിയതും 2 ഡേറ്റ്സ്, അതായത് ഈന്തപ്പഴമാണ് കേട്ടോ. അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോളേറ്റ് ഉണ്ട്, അയേൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഫൈബർ ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മളിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് ആയിട്ടുള്ള, അതായത് ഫോളേറ്റ് ശരീരത്തിൽ ഇല്ലെങ്കിൽ പ്രഗ്നൻസി നമുക്ക് പോസിബിൾ ആവില്ല. അതുപോലെ തന്നെ അയേൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ അനീമിക് ആവും. അങ്ങനെ വരുമ്പോഴേക്കും ബ്ലഡ് സർക്കുലേഷൻ അവിടെ കുറയും. അതുപോലെ തന്നെ കാൽഷ്യത്തിന്റെ കുറവ്, ഫൈബറിന്റെ കുറവ്, ഇതെല്ലാം തന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സപ്പോർട്ട് തരുന്ന ന്യൂട്രിയൻസ് ഒക്കെയാണ്. അതുപോലെ തന്നെ അണ്ടത്തിന്റെ ക്വാളിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ടും ഈ എല്ലാ വിറ്റമിൻസും നിങ്ങളെ സഹായിക്കുന്നു. മറ്റൊരു ബെനിഫിറ്റ് ആണ് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുക. ബ്ലഡ് സെൽസ് ശരീരത്തിൽ അതിന്റെ കൗണ്ട് ഇൻക്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുകയുള്ളൂ. അങ്ങനെ വന്നാലേ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. കുഞ്ഞിന് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും, അതുപോലെ അണ്ടം വളരാൻ വേണ്ടിയിട്ട് എല്ലാ ന്യൂട്രിയൻസും എത്തുകയുള്ളൂ. അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല കുഞ്ഞിന്റെ ബോൺ സ്ട്രെങ്ത്തിനും ഓവറോൾ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ ഇത് സഹായിക്കുന്നു. ശരീരത്തിൽ എനർജി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്തതാണ് ഡ്രൈ ഫിഗ് എന്ന് പറയുന്നത്. ഡ്രൈ ഫിഗിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ട്. നമ്മുടെ സ്ത്രീകൾക്ക് അയേണും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഈ ഡ്രൈ ഫിഗ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഈസിലി അവൈലബിൾ ആണ്. ഉണങ്ങിയിട്ടുള്ള ആ ഒരു അത്തിപ്പഴം നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നല്ല മേടിക്കാനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇതിലടങ്ങിയിട്ടുള്ള കണ്ടന്റ്സും അതുപോലെ തന്നെ അയേണും ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പവർ ഹൗസ് ഓഫ് സീഡാണ് കേട്ടോ. ബാക്കിയുള്ള സീഡിനെ അപേക്ഷിച്ച് ഫ്ലാക്സ് സീഡിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹോർമോൺ ബാലൻസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും അതുപോലെ എഗിന്റെ സ്പേമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതിലുള്ള എല്ലാ വൈറ്റൽ ന്യൂട്രിയൻസും ഇതിലടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു പ്രോസസ്സൊക്കെ നന്നായിട്ട് നടക്കുന്നത്. ഇതിലടങ്ങിയിട്ടുള്ള omega-3 ഫാറ്റി ആസിഡ് എഗിനെ സ്പേമിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ആന്റി ഓക്സിഡൻസും എഗിനും സ്പേമിനും ഏജിങ് ആവുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും തരുന്നുണ്ട് കേട്ടോ. ഫ്ലാക്സ് സീഡ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്, അല്ലെങ്കിൽ ഒരുപാട് കൂടുതലൊന്നും ആഡ് ചെയ്യേണ്ട, അല്ലാത്ത രീതിക്ക് നമുക്ക് നോർമലി തോന്നുന്ന ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലൊന്നും ആഡ് ചെയ്യേണ്ട. ചിലപ്പോൾ നമുക്ക് ലൂസ് മോഷനൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഫ്ലാക്സ് സീഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഫ്ലാക്സ് സീഡിനെ പറ്റിയിട്ട് നേരത്തെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഫ്ലാക്സ് സീഡ് ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് സോക്ഡ് ആയിട്ടുള്ള ബദാം. ബദാം നമ്മൾ നോർമലി എടുക്കുന്നത് സാധാരണ അതിന്റെ തൊലി ഉൾപ്പെടെ നമ്മൾ കഴിക്കാറാണ് പതിവ്. പക്ഷേ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊലിയും കൂടി നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വെക്കുക. കുതിർത്തിയതിന് ശേഷം അതിന്റെ തൊലി കളഞ്ഞിട്ട് ഈ ബദാം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതെന്ന് പലരും തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് അത് പരീക്ഷിച്ച റിസൾട്ട് കിട്ടിയതുമാണ്. അപ്പോൾ ബദാം ഉപയോഗിക്കുന്ന സമയത്ത് അത് കുതിർത്തി അതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം
പ്രത്യേകം ശ്രദ്ധിക്കുക. ബദാം നമ്മൾ കഴിക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും എഗ്ഗിന്റെ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ omega-3, omega-6, ഫൈബർ, സിങ്ക്, കാൽഷ്യം, മഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എംബ്രിയോ ഫെർട്ടിലൈസ്ഡ് ആയി കഴിഞ്ഞാലും അതിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. 4-5 ബദാം എടുത്തിട്ട് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നതിനെയും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കുതിർത്താനായിട്ട് വെക്കുക. ദെൻ അതിൻ്റെ തൊലി പൂർണ്ണമായിട്ടും കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് പാലാണ്. പാൽ ഉപയോഗിക്കുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഫുൾ ഫാറ്റ് ആയിട്ടുള്ള ഡയറി വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്തവരൊക്കെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. PCOD ഉള്ളവർക്ക് വേണമെങ്കിൽ പാല് സ്കിപ്പ് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിന് പകരം ഇതെല്ലാം കൂടി ചേർത്ത് അടിച്ചിട്ട് കുറച്ച് വെള്ളമോ ഐസ് ക്യൂബോ കൂടി ചേർത്തിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ. പാല് വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പാല് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ സ്മൂത്തി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള തോതിൽ ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡിന് കൂടി കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇതെല്ലാ ബെനിഫിറ്റ്സും തന്നെ പുരുഷന്റെ ഫെമിന്റെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് നന്നായിട്ട് പഴുത്തുള്ള ഒരു പഴമാണ് കേട്ടോ. ഞാലിപ്പൂവൻ പഴമോ അല്ലെങ്കിൽ ചെറുപഴമോ റോബസ്റ്റയോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ബനാനയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരുപാട് ന്യൂട്രീഷൻ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഫൈബർ നന്നായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്കൊരു ഫുൾനെസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വെയിറ്റ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസിന്റെ കണ്ടന്റ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സെല്ലുലാർ ഡാമേജ് ഉണ്ടാവുന്നതിൽ നിന്ന് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെല്ലുലാർ ഡാമേജ് ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ് എഗ്ഗിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നതിനും ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോ അതിന്റെ ഗ്രോത്ത് ഇല്ലാതെ നശിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇതിനൊരു മാജിക് ഫുഡായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതിൽ ഒരുപാട് വിറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1-2 ബനാന നിങ്ങളുടെ ഇഷ്ടാനുസരണം അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. നന്നായിട്ട് പഴുത്ത ബനാന ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിന് ഒരുപാട് മധുരം ഉണ്ടാകും. നമ്മൾ കൂടുതൽ മധുരം ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഡ്രൈ ഫിഗ് അത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒപ്പം ഡേറ്റ്സ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിനും മധുരം ഉണ്ടാകും. ഇനി ഇപ്പോൾ നിങ്ങൾ കുടിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മധുരം പോരാ അല്ലെങ്കിൽ ഒട്ടും തന്നെ മധുരം ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് പഞ്ചസാരയല്ല, നേരെ മറിച്ച് തേനാണ് കേട്ടോ. ഇത് നല്ല കൃത്യമായിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു തേൻ നിങ്ങൾ മേടിച്ചു വെക്കുക. ഇതിൽ ആന്റി ഓക്സിഡൻസ് നന്നായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അതായത് എഗ്ഗിന് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നതിനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് ബോഡിയെ പ്രിപ്പയർ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഹസ്ബൻഡിനാണെങ്കിലും മെയിലിന്റെ സ്പേമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് അതിന്റെ കൗണ്ട്, മോർഫോളജി, മോട്ടിലിറ്റി ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഫീമെയിൽസിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് എക്സ്ട്രീം ആയിട്ടുള്ള പെയിൻ ഉണ്ട്, ബുദ്ധിമുട്ടുള്ള ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ബ്ലഡ് ഫ്ലോ നന്നായിട്ടുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഓവറോൾ ഫീമെയിൽ ആൻഡ് മെയിൽ ഫെർട്ടിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഒക്കെയാണ് നമുക്ക് ആ സ്മൂത്തേക്ക് വേണ്ടതായിട്ടുള്ള ഐറ്റംസ്. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു വലിയ ബനാന ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അല്ലെങ്കിൽ 1-2 പഴം നിങ്ങൾ നന്നായിട്ട് ചെറുതാക്കി മുറിച്ചതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കുക. ശേഷം കുതിർത്തി വെച്ചിട്ടുള്ള ഒന്ന് ഡ്രൈ ഫിഗിന് കുറച്ചൊന്ന് കട്ടി ഉണ്ടാകും റോ ഫോമിൽ എടുക്കുമ്പോൾ. കുതിർത്തി കഴിയുമ്പോഴേക്കും ആ കുതിർത്തിയ വെള്ളം ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതിലോട്ട് ഒഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വെള്ളം വേണ്ടാന്നാണെങ്കിൽ വെള്ളം സെപ്പറേറ്റ് കുടിക്കുക. അതിനുശേഷം ഡ്രൈ ഫിഗും നന്നായിട്ട് ഒരു ചെറുതായിട്ടൊരു ബ്ലെൻഡ് ആവാൻ പറ്റുന്ന ഒരു പോർഷനിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇടുക. നമ്മുടെ ഡേറ്റ്സ് 1-2 ഡേറ്റ്സ് എടുത്തിട്ട് കുരു മാറ്റിയതിനു ശേഷം അതും നിങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന അത്രയും പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മധുരം നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ ഹണി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മളെ വയറ് ഭയങ്കര ഹെവി ആയിട്ട് വെക്കുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തിന്നാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഏറ്റവും ന്യൂട്രീഷ്യസ് ആണ്. ഞാൻ ഇത്രയും ഗുണങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, അത്രത്തോളം ബെനിഫിറ്റ് ഉള്ളതാണ്. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ എന്തായാലും ഉപയോഗിക്കണം ഉറപ്പായിട്ടും. അടുത്ത 2 മാസങ്ങളിൽ നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് സംശയമാണ്, ചേച്ചി ഒരുപാട് ടിപ്സ് പറഞ്ഞു തരുന്നുണ്ടല്ലോ, എന്തൊക്കെ ഫോളോ ചെയ്യണം എന്ന് സംശയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് മാത്രം ഞാൻ പിക്ക് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണിത്. അത്രമാത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കുക. ആദ്യത്തെ 1 മാസം റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. 2-3 മന്ത്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മാറ്റമൊന്നുമില്ല
പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതിനനുസരിച്ചിട്ട് അടുത്തൊരു ടിപ്പിലോട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ നോക്കുക, ഹസ്ബൻഡിനും കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് ഇത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഈവനിങ് സമയത്ത് വിശന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാം. കഴിവതും നിങ്ങൾ വയറ് വിശന്നിരിക്കുന്ന സമയത്ത് ഇത് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.